കാര്യമാണ് സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്നത്. ഒരു അത്ഭുതം തന്നെയാണ്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിജയമാണ്. അത് ഓതേണ്ടതുപോലെ ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ ഇരുളടഞ്ഞു കിടക്കുന്ന ഭാഗമൊക്കെ അങ്ങ് തുറന്നു കിട്ടും, ഒരു വിജയം നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു പരിപാടി ഉസ്താദുമാരൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ഈ ഒരു ആയത്ത് ഇല്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, ഈ ഒരു ആയത്ത് ഓതിയിട്ടാണ് ആ വേദി പോലും ഉദ്ഘാടനം ചെയ്യാറ്. അങ്ങനെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഒരു പരിപാടി അങ്ങ് വിജയിച്ച് കിട്ടണത് പോലെ ആ ഒരു ഒന്നാമത്തെ ആയത്ത് കൊണ്ട് തന്നെ ആ പരിപാടി മുഴുവൻ വിജയിക്കുമെങ്കിൽ ഈ സൂറത്ത് മുഴുവൻ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എന്ത് പ്രയാസമാണോ ആ പ്രയാസങ്ങളൊക്കെ മാറി നമ്മുടെ ലൈഫ് അടിപൊളിയാവൂലേ? ഉറപ്പാണ്. വിശ്വസിച്ച് കൃത്യമായിട്ട് നമ്മൾ ഓതി നോക്കണ്ടേ. അതാണ് ഫത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിജയമാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജയപ്രഖ്യാപനം വന്ന സൂറത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ നമ്മൾ തോറ്റുപോണത്, ഏതൊരു പ്രതിസന്ധിയിലാണോ ഉള്ളത്, ഏത് നടക്കാത്ത മുറാദിൻ്റെ ഇടയിലാണോ നമ്മളുള്ളത്, സൂറത്തുൽ ഫത്ഹ് ഓതിക്കോ, വഴി തുറന്നു കിട്ടും. ഉറപ്പാണ്. അപ്പോൾ ചില ആളുകൾ പറയും, ഉസ്താദേ ഞങ്ങളിത് കുറേ ഓതി നോക്കിയിട്ടൊന്നും മാറ്റമില്ല, വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യണില്ല. എന്തുകൊണ്ടാണ്? ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണേ. അതായത് 5-6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കാതെ നമ്മൾ സൂറത്തുൽ ഫത്ഹ് ഓതിയിട്ട് ഒരു കാര്യമില്ല, നമുക്കൊരു കൂലി അതുകൊണ്ട് കിട്ടൂല. മനസ്സിലാവുണ്ടോ? ഒന്നാമതായി എന്താ ശ്രദ്ധിക്കേണ്ടത്, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ. എന്നിട്ട് ഞാൻ പറയും എത്രയാണ് ഓതേണ്ടതെന്ന് പറഞ്ഞു തരും, എപ്പോഴൊക്കെയാണ് ഓതേണ്ടതെന്ന് പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പഠിക്കാം. ഏതായാലും ഓതുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം നടന്നു കിട്ടാനായിട്ട് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചോ. ഒന്നാമത്തേത്, അള്ളാഹുവിന് വേണ്ടി ഓതുക, അള്ളാഹിൻ്റെ തൃപ്തി കാംക്ഷിച്ച് ഓതുക. നമ്മളെങ്ങനെ ഓതുക? കടം വീടാൻ വേണ്ടി ഞാൻ സൂറത്തുൽ ഫത്ഹ് ഓതുന്നു, അങ്ങോട്ട് ഓതുക. കടം വീടാനല്ല ഓതേണ്ടത്, അള്ളാഹ്ക്ക് വേണ്ടി ഓതുക. അതിൻ്റെ സൈഡിലൂടെ പടച്ചോനെ നിനക്ക് വേണ്ടി ഓതിയ ഈ സൂറത്തുൽ ഫത്ഹിൻ്റെ ബറക്കത്തുകൊണ്ട് എൻ്റെ കടം നീ വീട്ടി തരണേ അല്ലാ. കണ്ടോ, ഓതുന്നത് ഇബാദത്തുകൾ മുഴുവൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം, ദുന്യവിയായ കാര്യങ്ങൾക്കാകരുത്. അപ്പം നടക്കാതെ വരും. കടം വീടണോ, അള്ളാഹ്ക്ക് വേണ്ടി സൂറത്തുൽ ഫത്ഹ് ഓതിക്കോ, അത് കാരണം പടച്ചോ നമ്മുടെ കടം വീട്ടി തരും. മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്തെ മര്യാദ അതാണ്, അള്ളാഹ്ക്ക് വേണ്ടി ഓതുക. രണ്ടാമത്തേത്, കൃത്യമായി വുളൂ ചെയ്ത് ഓതുക. വുളൂ ചെയ്തിട്ട്, ഇനിയിപ്പോൾ നമ്മൾ കാണാതെ സൂറത്തുൽ ഫത്ഹ് നമുക്ക് അറിയെങ്കിലും വുളൂ ചെയ്യലൊരു മര്യാദയാണ് ഖുർആൻ ഓതുമ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ ഹൈള് അതുപോലെ തന്നെ നിഫാസൊക്കെയുള്ള മെൻസ്ട്രേറ്റഡ് പീരീഡിലുള്ള സഹോദരിമാർ, അവർക്കിപ്പോൾ ഓതാനായിട്ട് ഈ ഒരു അശുദ്ധി കാരണം അവർക്ക് പറ്റില്ലല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓതിയാൽ മതി. ഓക്കെ, അപ്പോൾ തുടർച്ചയായി 7 ദിവസം ഇത് ഓതേണ്ടത്, തുടർച്ചയായി 7 ദിവസം ഓതണം, 3 ദിവസം ഓതേണ്ട കണക്കുണ്ട്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഏതായാലും ഇവർ എന്ത് ചെയ്യണം? നല്ല ശുദ്ധിയോടെ വുളു എടുത്തുകൊണ്ട് ഓതാനിരിക്കണം. മറ്റൊന്ന്, മൂന്നാമത്തേത് നോക്കി ഓതുക. കാണാതെ അറിയുമെങ്കിലും ഖുർആൻ നോക്കി ഓതുന്നത് ഒരു മര്യാദയാണ്. സൂറത്തുൽ ഫത്ഹ് നോക്കി പാരായണം ചെയ്യുക. സൂറത്തു യാസീനൊക്കെ നമുക്ക് കാണാതെ അറിയാം അല്ലേ, എന്നാൽ പോലും നോക്കി ഓതലാണ് അതിൻ്റെ ശ്രേഷ്ഠത എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം. അതുപോലെ തന്നെ നോക്കി ഓതുമ്പോഴാണെങ്കിലും ഓത്ത് തുടങ്ങുന്ന സമയത്ത് അഊദ് കൊണ്ട് തുടങ്ങാം. നമ്മളിപ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കോട്ടുവായൊക്കെ വരും. ആരാ കൊണ്ടുവരുന്നേ? ആ കോട്ടുവായ ശൈത്താനാണ്. കോട്ടുവായ ഇടുന്നത് അത് പിശാചിൻ്റെ ശർറാണ്. നമ്മളിങ്ങനെ വാ തുറക്കുമ്പോൾ പിശാച് അകത്തേക്ക് കയറിപ്പോവും. അതുകൊണ്ട് തന്നെ ഇടത് കൈ കൊണ്ട് നിങ്ങൾ വായ പൊത്തിപ്പിടിക്കണേന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? പൊത്തിപ്പിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അഊദ് കൊണ്ട് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് കൃത്യമായിട്ട് പാരായണം ചെയ്യാം. പിന്നത്തെ ഒരു മര്യാദ എന്താണെന്ന് വെച്ചാൽ ഒരു യഖീൻ ഉണ്ടാവുക, ഉറപ്പുണ്ടാവുക. ഞാനിത് ഓതുന്നത് കൊണ്ട് എൻ്റെ റബ്ബ് എൻ്റെ പ്രയാസമൊക്കെ നീക്കിത്തരും, ഉറപ്പാണ്. ഒന്ന് ഓതി നോക്കുക, ചിലപ്പോൾ പടച്ചോനങ്ങ് സ്വീകരിച്ചാലോ. അങ്ങനെയല്ല. എൻ്റെ റബ്ബ് ഉറപ്പായും എൻ്റെ പ്രയാസങ്ങൾ ഈ സൂറത്തുൽ ഫത്ഹിൻ്റെ ബർക്കത്തുകൊണ്ട് മാറ്റിത്തരും എന്നുള്ളത് ഉറപ്പാണെന്നുള്ള ബോധ്യത്തിൽ ഓതുക. മറ്റൊരു ആദാബ് എന്ന് പറയുന്നത് ഖിബിലക്ക് അഭിമുഖമായിരുന്നു ഓതുക. മനസ്സിലായോ? ഖിബിലയിലേക്ക് തിരിഞ്ഞ്, ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ഓതലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഓതുക. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഖുർആൻ ഓതി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് സൂറത്തുൽ ഫത്ഹ് ആണെങ്കിലും അല്ല നമ്മളിപ്പോൾ ഹത്ത് ഓതാണെങ്കിൽ തന്നെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ദ്വാരക്ക, അത് മുത്തുനബിയുടെ സുന്നത്താണ്. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ, സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി മടക്കി വെക്കരുത്. എന്ത് ചെയ്യണം? നമ്മൾ ദുആ ചെയ്യണം. ഖുർആൻ ഓതിക്കഴിഞ്ഞിട്ട് ഒരു അൽഫാത്തിഹ പറയാം, അൽഫാത്തിഹ വിളിച്ചോ, എന്നിട്ട് ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹും ഫലക്കും നാസൊക്കെ ഓതിയിട്ട് മനസ്സറിഞ്ഞിട്ട് ദ്വാരക്ക, പടച്ചോനെ ഈ സൂറത്തിൻ്റെ ബർക്കത്തുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ വിഷമങ്ങളൊക്കെ ഉണ്ട്, നീയത് മാറ്റിത്തരണേ അല്ലാ. കണ്ടോ? അതുപോലെ ഒരു അതബോടുകൂടെ ഓതുക. ഖുർആൻ ഇപ്പോൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ഒരു ഫോൺ കോൾ വന്നു, നമ്മളിങ്ങനെ ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, അപ്പോഴായിരിക്കും ഫോൺ കോൾ അടിക്കണം. ഹലോ ആരാടി, അങ്ങനെ ചോദിക്കരുത്. നമ്മൾ ഇനിയിപ്പോൾ ഒരാൾ വന്ന് കാണാൻ നമ്മൾ നിൽക്കുന്നുണ്ട്,
ബെല്ലടിക്കുന്നത് നമ്മൾ പോയി തുറക്കണം. ഖുർആൻ ഇടക്ക് വെച്ച് അങ്ങനെ വെറുതെ അങ്ങ് നിർത്തിപ്പോകരുത്. അല്ലെങ്കിൽ തുറന്നിങ്ങനെ വെച്ചുകൊണ്ട് തന്നെ എന്താ മോളെ അങ്ങനെയൊന്നും ചോദിക്കരുത്. ഖുർആനിനോട് ബഹുമാനം കാണിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു പടപ്പല്ല, ഒരു സൃഷ്ടിയല്ല, പടച്ചനാഥൻ്റെ വിശേഷനാണ് ഖുർആൻ, അവൻ്റെ കലാമാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കണം. അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സംസാരിച്ചേ പറ്റൂന്നുണ്ടെങ്കിൽ നമ്മൾ ഓതിയിട്ട് ഇടയിൽ വെച്ച് സദഖല്ലാഹുൽ അദീം എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഖുർആൻ മൂടി വെച്ചിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കാം. അപ്പോൾ ഇത്തരം ആദാബുകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഓതുകയാണെങ്കിൽ, ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും. എത്രയാണ് ഓതേണ്ടത്, എത്ര ദിവസമാണ് ഓതേണ്ടത്, ഇനി ഇതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് സലാമത്തായി കിട്ടുക അതറിയണമല്ലോ. മഹാന്മാരുടെ കിതാബുകളിൽ പറയുന്നുണ്ട്, ഒരു ഒന്നാമത്തെ വിഷയം പറയുന്നത് നമ്മുടെ വിഷമങ്ങൾ നീങ്ങും. ഏതൊരു വിഷമത്തിലാണോ നമ്മളുള്ളത്, നമ്മൾ സങ്കടത്തിലാണ്. എന്താ, ജോലിയില്ല, ടെൻഷനാണ്, മക്കളില്ല, ഉള്ള മക്കളാണെങ്കിൽ വഴിതെറ്റിപ്പോയൊരവസ്ഥ, എല്ലാം കൊണ്ടും സങ്കടം, നമ്മൾ സങ്കടമാണ്. സങ്കടം, നമുക്ക് മക്കൾ വഴിതെറ്റി പോകുന്നതിനെക്കുറിച്ച് കുറച്ച് സങ്കടപ്പെടുന്ന മാതാപിതാക്കൾ എത്രയുണ്ട് യാ അല്ലാഹ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെറുപ്പം മുതലേ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എന്നിട്ടും മക്കൾ വഴിതെറ്റി പോവുകയാണെങ്കിൽ നമ്മൾ നിരന്തരം ദുആ ചെയ്യുക. ചിലർ പറയും, ഉസ്താദേ എത്രയൊക്കെ ദുആയിരുന്നിട്ടും കാര്യമില്ല. എത്ര ദുആയിരുന്നു? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് വേണ്ടി ദുആയിരുന്ന് മക്കളെ നന്നാക്കിയെടുത്തത് 35 കൊല്ലം ദുആ ചെയ്തിട്ടാണ് മക്കളെ നന്നായി കിട്ടിയത്. യാക്കൂബ് നബിയുടെ കാര്യം പറയണത് അലൈഹിസ്സലാം. യൂസുഫ് നബിയെ കൊല്ലാൻ കൊണ്ടുപോയ മക്കളുണ്ടല്ലോ, എന്നാലോചിച്ച് നോക്കി. ആ മക്കൾ നന്നായി കിട്ടിയത് 35 കൊല്ലം ദുആയിരുന്നിട്ടാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 35 കൊല്ലം നമ്മൾ ദുആയിരുന്നോ? 35 വേണ്ടെന്നോ? മനസ്സറിഞ്ഞ് നമ്മൾ ധാരാളം ദ്വാരം നോക്ക്. കാലാവധി ഒന്ന് നിശ്ചയിക്കല്ലേ. 2 ദിവസം ഒരാഴ്ച ദ്വാരം കഴിയുമ്പോഴത്തേക്ക് ഇവൻ നന്നാവണില്ലല്ലോ പടച്ചോനെ, ഇവൻ നശിച്ചു പോവുള്ളൂ പറയല്ലേ. ഇല്ലാത്ത ദുആ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ദ്വാരക്കല്ലേ. ഉമ്മയാണ് ദ്വാരക്കണത്, വാപ്പയാണ് ദ്വാരക്കണത്, അത് കുട്ടികളുടെ ജീവിതത്തെ തന്നെ തകർത്തുകളയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിരന്തരം ദ്വാരക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സങ്കടത്തിലാണെങ്കിൽ, നമ്മളെന്ത് പ്രയാസത്തിലാണുള്ളെങ്കിൽ ആ വിഷമങ്ങൾ മാറ്റാൻ സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ മതി എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഫത്ഹ് കൊണ്ട് കിട്ടുന്നത് ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങൾ എളുപ്പമാവും. ദുനിയാവിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം ആ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും. ആഖിറത്തിൽ എന്താ? ആഖിറത്തിൽ സ്വർഗം കിട്ടണം ഇല്ലേ? ആരും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നോക്കണം. അവിടുത്തെ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കണം. അവിടുത്തെ സദസ്സിലൊന്ന് ഹാളിറാകണം. സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകണം. നരകത്തിൽ വീഴാതെ സ്വർഗത്തിലേക്ക് എത്തണം. വിചാരണയൊന്ന് എളുപ്പമായി കിട്ടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഹ്ശറിലുണ്ട്, പരലോകത്തുണ്ട്. ആ കാര്യങ്ങളൊക്കെ സൂറത്തുൽ ഫത്ഹ് കൊണ്ട് എളുപ്പമായി കിട്ടും. യാ അല്ലാഹ്, എല്ലാത്തിലും ഉപരി നാഥനായ തമ്പുരാനെ ഒന്ന് കാണണം. തൗഫീഖ് ഉണ്ടാകും. സൂറത്തുൽ ഫത്ഹ് പതിവായി ഓതി നോക്കിക്കോ. ഹൗദുൽ കൗസർ കുടിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ നിറവേറും. ഈ ആഗ്രഹങ്ങളെ 7 വിഭാഗങ്ങളാക്കി മഹാന്മാർ തിരിച്ചിട്ടുണ്ട്. എല്ലാം വിടും അതിൽ. ഒന്ന്, കടം വീടും. കോടികൾ കടണ്ട്. സൂറത്തുൽ ഫത്ഹ് കൃത്യമായിട്ട് ഓതി നോക്കിയേ, കട അള്ളാഹു വീട്ടിത്തരും. രണ്ടാമത്തെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് വീടില്ല, വീടുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുണ്ടെങ്കിൽ അള്ളാഹ് വീട് തരും. മൂന്നാമത്തേത്, വിവാഹം നടക്കുന്നില്ലേ, വിവാഹം നടത്തിത്തരും. നാലാമത്തേത്, ജോലിയില്ലേ, ജോലി തരും. അഞ്ചാമത്തേത്, വലിയ രോഗം, മാരക രോഗത്തിന് നിങ്ങൾ അടിമയാണ്, ചികിത്സയൊക്കെ മുറപോലെ നടക്കട്ടെ, ആ ചികിത്സിക്കണതിനോടൊപ്പം സൂറത്തുൽ ഫത്ഹ് ഒന്ന് ഓതി നോക്കിയേ, അള്ളാഹു ശിഫയാക്കി തരും. ആറാമത്തേത്, കുടുംബ ബന്ധത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ഭാര്യ അമ്മായിയമ്മയും തമ്മിൽ പ്രശ്നമുണ്ട്, ഇങ്ങനെ നിരന്തരം ശണ്ടയാണ്. ആ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിച്ച് കിട്ടും സൂറത്തുൽ ഫത്ഹിലൂടെ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വാഹനം കാത്തിരുന്ന് ഒരുപാട് കൊതിച്ച വാഹനമാണ്, കയ്യിലഞ്ച് പൈസയില്ല, കിട്ടണില്ല. അള്ളാഹു വാഹനത്തിലുള്ള മാർഗ്ഗം എളുപ്പമാക്കി തരും. അങ്ങനെ നിരന്തരം നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ച് തരാൻ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു, കൃത്യമായി മര്യാദകൾ പാലിക്കണം. ഇത്തരം മഹത്വങ്ങളൊക്കെ സൂറത്തുൽ ഫത്ഹിനുണ്ട്. ഇനി എത്ര ഓതണം മഹാന്മാർ പറയുന്നുണ്ട്. അതായത് 21 തവണ ഓതുക, അല്ലെങ്കിൽ 41 തവണ, നിങ്ങൾക്ക് ഏതാണോ പറ്റുക. 21 തവണ ഓതാൻ പറ്റുകയാണെങ്കിൽ 21 തവണ ഓതുക. ഇല്ല, 41 തവണ പറ്റുമോ നിങ്ങളെ കൊണ്ട്? 41 തവണ ഓതിക്കോ. എത്ര ദിവസം കൊണ്ട് തീർക്കണം? 3 ദിവസം കൊണ്ട് തീർക്കാൻ നോക്കിയാൽ അത്രയും നല്ലത്. 3 ദിവസം കൊണ്ട് 41 തവണ അല്ലെങ്കിൽ 21 തവണ ഓതുക. ഇനി 3 പറ്റൂലേ, 5 ദിവസം കൊണ്ട് തീർത്തോ. 5 പറ്റൂലേ, 7 ദിവസം കൊണ്ട് തീർത്താൽ മതി. 7 ദിവസം കൊണ്ട്, ഒരു ദിവസം നമ്മളെ കൊണ്ട് എത്ര പറ്റും അത്ര ഓതുക. മനസ്സിലാവുന്നുണ്ടോ? സൂറത്തുൽ ഫത്ഹ് എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ ഉള്ളൂ, അങ്ങോട്ട് ഓതി തീർക്കുക. ഇല്ല, ഒരു ദിവസം കൊണ്ട് എത്ര പറ്റുമോ അത്ര ഓതുക. എന്നിട്ട് 7 ദിവസം കണക്കാക്കി വെച്ചോ. ഏറ്റവും ചുരുക്കിയത് 3 ദിവസം കൊണ്ട് നമുക്ക് പറ്റുമെങ്കിൽ അങ്ങനെ, 3 പറ്റിയില്ലെങ്കിൽ 5, 5 പറ്റിയില്ലെങ്കിൽ 7, ശരി മാക്സിമം 7 ഉണ്ട്. ആ 7 ദിവസത്തിനുള്ളിൽ 21 അല്ലെങ്കിൽ 41 ഓതി തീർത്താൽ
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما.